5 മാസം മുൻപാണ് പാലക്കാട് എരുത്തിയാമ്പതി സ്വദേശി രാജൻ തേനീച്ചയുടെ കുത്തേറ്റ് മരിച്ചത്. കൂടിളകി വന്ന തേനീച്ച രാജനെ കുത്തി വീഴ്ത്തുകയായിരുന്നു. 1 രൂപ പോലും ഇവർക്ക് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. നിറയെ കടവുണ്ട്, കല്യാണം കഴിച്ചു കൊടുത്തതിൻ്റെ, വീട് കയറ്റിയതിൻ്റെ എല്ലാത്തിൻ്റെയും കടവുണ്ട്. 2 പേരും സമ്പാദിച്ചിട്ട് തന്നെ പഠിപ്പിക്കലും എല്ലാം ചെയ്യലും. അപ്പോഴേക്കും 2024 നവംബർ 19 ഈ കുടുംബത്തെ തേടിയെത്തിയത് ഒരു ദുഃഖവാർത്തയാണ്. തേനീച്ച കുത്തേറ്റ് ചികിത്സയിലായിരുന്ന ഇവരുടെ ഏക ആശ്രയം രാജൻ പോയി. പുല്ലുവെട്ടാൻ പോയതായിരുന്നു. പരുന്ത് തട്ടി കൂടിളകി വന്ന തേനീച്ച രാജനെ കുത്തിവീഴ്ത്തി. 1 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം അയാൾ മരണത്തിന് കീഴടങ്ങി. അന്ന് രാവിലെ 5 പണിക്ക് പോയതാണ്. പണിക്ക് പോയി അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ തേനീച്ച കുത്തിയത്. കുത്തി അവിടെ നിന്ന് അവർ ആശുപത്രി കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അവിടെ പറ്റാണ്ട് പാലക്കാട് ജില്ലാ ആശുപത്രി കൊണ്ടുവന്നു. രാത്രിയായി, അവർ 5 മണിയായി കൊണ്ടുവന്ന് അവിടെ പോയി എത്തിയതും ഞങ്ങളെ അറിയിച്ചു. ഞങ്ങൾ പോകുമ്പോഴേക്കും ഒന്നുമില്ല, മിണ്ടാണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ സംസാരിച്ചില്ല, ഒന്നുമില്ല, അങ്ങനെ കിടക്കുകയായിരുന്നു. സംഭവം നടന്ന് 4 മാസം പിന്നിടുകയാണ്. വനം വകുപ്പിന് അപേക്ഷ നൽകിയെങ്കിലും 1 രൂപ പോലും നഷ്ടപരിഹാരം ലഭിച്ചില്ല. ഒന്നും അന്വേഷിച്ചില്ല. ഒരു വഴിക്കാർ വന്നു, പേപ്പറൊക്കെ കൊടുത്തപ്പോൾ ഒരു 3 പേര് വന്ന് വീടും കണ്ട് അതൊക്കെ ചോദിച്ചിട്ട് പോയി. അതിൽ പിന്നെ ആരും ഒന്നിനും വന്നിട്ടില്ല. പിന്നെ ഇടയിൽ ഒരിക്കൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒരു മാഡം. ഇവിടെ കുത്തിയത് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ്, ആ തോട്ടത്തിന്റെ പേരെന്താണ് ചോദിച്ചിട്ട്. അപ്പൊ അത് നമ്മൾ പറഞ്ഞു കൊടുത്തു. പിന്നെ അതിനുശേഷം ഒന്നും വന്നിട്ടില്ല. അവിടെ നിന്നെന്തോ അവർ തിരിച്ചയച്ചാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഏതാ തോട്ടത്തിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് കിട്ടുക എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു എന്താണെങ്കിലും വൈകും, പെട്ടെന്നൊന്നും ആവില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അഞ്ച് മാസം കഴിഞ്ഞു. ഇതുവരെയും നടപടികൾ എവിടെയും എത്തിയില്ല. എത്രയും പെട്ടെന്ന് ഇവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണം. മാൽഗോഷി മോഹനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.